പ്രിയമുള്ളവരെ, സ്നാപയോഹന്നാൻ ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മനോഹരമായിട്ടുള്ള വചനത്തിലൂടെയാണ്. ദൈവശാസ്ത്രപരമായിട്ട് സമ്പന്നമായ ഒരു വചനത്തിലൂടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. പഴയ നിയമത്തിൽ ആദവും ഹവയും തെറ്റ് ചെയ്യുമ്പോൾ ദൈവം ആ തോട്ടത്തിൽ അവരെ തേടി എത്തുകയാണ്. എന്നിട്ട് ആദത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ചെയ്തത്? അപ്പോൾ ആദം മറുപടി പറയുന്നത്, ഞാനല്ല, അങ്ങ് എനിക്ക് തന്ന ആ സ്ത്രീയാണ് എല്ലാത്തിനും കാരണം. അങ്ങനെ ആദം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അയാളുടെ വിരൽ ഹവ്വയുടെ നേരെ ചൂണ്ടി. അപ്പോൾ ദൈവം ഹവ്വയോട് ചോദിച്ചു. അവളും പറഞ്ഞു, ഞാനല്ല, പാമ്പെന്നെ വഞ്ചിച്ചു. അവളും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. ദൈവം പാമ്പിനെ ശാസിക്കുന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തുക. എന്നാൽ യഹൂദരുടെ പാരമ്പര്യങ്ങളിൽ 2 സീനും കൂടിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പാമ്പിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്തു? അപ്പോൾ പാമ്പ് പറയുന്നത്, ഞാൻ എന്ത് പിഴച്ചു? എല്ലാത്തിനും കാരണം ആ പഴമാണ്. പാമ്പും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അപ്പോൾ ദൈവം പഴത്തോട് ചോദിച്ചു. പഴം പറഞ്ഞു, ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ഭാഗം മാത്രമാണ്, എൻ്റേതല്ല കുഴപ്പം വൃക്ഷത്തിൻ്റേതാണ്. അങ്ങനെ അതും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അങ്ങനെ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഈ ഒരു പ്രവണതയിൽ നിന്ന് പോലുമാണ് യഹൂദരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിശ്വാസം പോലും രൂപപ്പെടുന്നത്. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കിയാൽ അവസാനം അവരൊരു കുഞ്ഞാടിനെ കണ്ടുപിടിച്ചു. അതിൻ്റെ മേൽ അവരുടെ സകല പാപങ്ങളുടെയും ഉത്തരവാദിത്വം ചുമത്തി വർഷാവർഷം അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. മരുഭൂമിയിൽ അത് ദാഹിച്ച് വലഞ്ഞ് വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുമ്പോൾ അവർ വിശ്വസിച്ചു തങ്ങളുടെ പാപത്തിന് പരിഹാരമായി. അപ്പോൾ ദൈവം നിശ്ചയിച്ചു സകല പാപങ്ങളുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുമെന്ന്. അങ്ങനെ ദൈവം ഏറ്റെടുത്തപ്പോഴാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യർ ഉത്തരവാദിത്വം ഏറ്റെടുക്കിയാൽ ദൈവം മനുഷ്യർ ചെയ്ത സകല തെറ്റുകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതുകൊണ്ട് അബ്രഹാം ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നു, അബ്ബ, എവിടെ കുഞ്ഞാട്? ദൈവം തരുമെന്നായിരുന്നു ആ വയോധികൻ നൽകിയ മറുപടി. ദൈവം കൊടുത്തിരുന്നു. ആ മുൾപ്പടർപ്പിലേക്ക് മാലാഖ ചൂണ്ടിക്കാണിച്ചു അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ. ആ മുൾപ്പടർപ്പിനിടയിൽ കിടക്കുന്ന കുഞ്ഞാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീലാത്തോസിൻ്റെ മുൻപിൽ മുൾമുടി ഏന്തി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നോടിയായിരുന്നു. ആ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത കുഞ്ഞാട്. അതുകൊണ്ട് തന്നെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം, അവൻ തലമുറകളോളം നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, പകരം തലമുറകളോളം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. നമ്മളുടെ സകല തെറ്റുകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്.